afternoon. Good afternoon. Now what we are going to know and get educated is something called as H O N E Y. Honey. What is it? Honey. Honey മലയാളത്തിൽ എന്താ പറയാ? തേൻ. തേൻ കഴിക്കാനുണ്ടോ വീട്ടില്? ആരാ തരിക തേൻ വീട്ടില്? മമ്മി തരും. ആരാ നിനക്ക് തേൻ തരിക? പപ്പ. തേൻ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ തേൻ ഉണ്ടാവും വീട്ടില്, റൈറ്റ്? മലയാളത്തില് തേന്, ഇംഗ്ലീഷിൽ എന്താ പറയാ? ഹണി. ഹണി. മലയാളത്തില് തേൻ. ഹിന്ദിയിൽ എന്താ പറയാ? ഇംഗ്ലീഷില് ഹണി, മലയാളത്തില് തേൻ. ഹിന്ദിയിൽ പറയുന്നത് ഷഹദ്. 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 സഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ആണ്. ഷഹദ്, റൈറ്റ്? അപ്പൊ ഹണി, തേൻ മലയാളത്തില് ആൻഡ് ഷഹദ് ഹിന്ദിയില്. നൗ ഈ ഹണി നമുക്ക് എവിടുന്നാ കിട്ടുക? വാങ്ങിക്കാൻ കിട്ടും. അതെന്താണ്? ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഈ കുപ്പി എന്താണ്? ഹണി. അങ്കിൾ ഒരിക്കൽ നിലമ്പൂർ റോഡ് പോയി. നിലമ്പൂർ പറഞ്ഞാൽ മൗണ്ടന്റെ മുകളിൽ ഒരു സ്ഥലമാണ്. അവിടെ ഒരു കാട്ടിൽ പോയി അങ്കിൾ. അപ്പൊ കാട്ടിൽ പോയപ്പോ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്കിൾ മേടിച്ചത് എന്താണ്? ഹണി. ദിസ് ഈസ് ഹണി. നന്നായിട്ട് സേവ് ചെയ്ത് നന്നായി കവറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ, അവരുടെ കേരള ഡിവിഷന്റെ ഹണിയാണ് അങ്കിൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെന്താ പറയാ ജനനി? തേന്. തേന്. മനസ്സിലായി? ഇതെന്താണ് മാന? തേന്. അപ്പൊ ഇത് ബോട്ടലിലാണ് ഉള്ളത് തേന്. പക്ഷെ ഈ ബോട്ടലിൽ ഇരിക്കുന്ന തേന് നമുക്ക് എവിടുന്നാ കിട്ടുക? അല്ല, അത് വാങ്ങിക്കരുത്. പക്ഷെ അവര് കടക്കാർ എവിടുന്നാ കൊണ്ടുവരിക അതിന്? നമ്മളുടെ ഹാവ് യു ഹേർഡ് സംതിങ് കോൾഡ് ആസ് ഹണി ബീ? ശ്രേയ, ഹണി ബീനെ പാത്തിருக்கா? പാത്തിருக்கா? കാലിൽ വന്ന് അപ്പടിയെ വന്ന് കുത്തില്ലേ? കുത്തില്ലേ ഹണി ബീ? നമ്മുടെ ഇവിടെ വലിയ വലിയ ഇതുണ്ടാവില്ലേ? തേനീച്ചാൻ എന്താ പറഞ്ഞ മലയാളത്തില്? കൂട്. തേനീച്ചാൻ കൂടുണ്ടാവില്ലേ? അതിലിങ്ങനെ തേനീച്ചാൻ വരില്ലേ? അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തേനീച്ച നമ്മൾ എന്ത് ചെയ്യും? വന്നിട്ട് സ്റ്റിങ് ചെയ്യും. ദാറ്റ് ഈസ് കുത്തുക. ഇറ്റ് കംസ് ആൻഡ് സ്റ്റീൻസ് യു. സോ അതിനെ കുത്തും പറയും. അല്ല നൈനിക? ആ ചെറിയ ചെറിയ ഇവിടെയൊക്കെ പറക്കണം കണ്ടിട്ടില്ലേ? സ്കൂളിന്റെ വെളിയില് നമ്മൾ ആ മൊയലിന്റെ അടുത്തൊക്കെ പറക്കണം കണ്ടിട്ടില്ലേ? അവിടെ തേനീച്ചാന്റെ ഒരു കൂടുണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു തേനീച്ച പറന്നോണ്ടിരിക്കില്ല അവിടെയൊക്കെ. അവരെന്ത് ചെയ്യും? അവര് ഫ്ലവേഴ്സിൽ പോയിരിക്കും. ഫ്ലവേഴ്സിൽ ആദ്യം നിങ്ങൾക്ക് എന്താണ് ഫ്ലവേഴ്സ്? ഫ്ലവേഴ്സ്. ഹാവ് യു സീൻ ഫ്ലവേഴ്സ്? ശ്രേയ, ഫ്ലവേഴ്സ് പാത്രക്കാ? താനിയ ഫ്ലവേഴ്സ്? അപ്പൊ ഈ തേനീച്ച പോയിട്ട് ഫ്ലവേഴ്സിന്റെ മുകളിൽ ഇരുന്നിട്ട് ഫ്ലവേഴ്സിന്റെ ജ്യൂസ് ഇങ്ങനെ എടുക്കും. അതിന്റെ മുകളിൽ നിന്ന് നെക്ടർ എടുക്കും. എവിടുന്ന്? ഫ്ലവേഴ്സിന്റെ. ആൻഡ് ആ നെക്ടറിനെ കൊണ്ടുവന്നിട്ടാണ് തേനീച്ചാൻകൂട്. തേനീച്ചാൻകൂട് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ കൂടുണ്ടാവില്ല തേനീച്ചന്റെ? കണ്ടിട്ടുണ്ടോ? അങ്കിളിപ്പോ കാണിച്ചു തരാം. 1 minute. I'll just show them. അനിത, ഹണി ബീന്റെ കൂട് ആദിദേവ്. ആ കറക്റ്റ്. ആദിദേവിന്റെ ബാക്കിൽ ഉള്ളത് എന്താണ്? അതെന്താ പറയാ നമ്മളത്? അത് കൈ മാറ്റ. അതാണ് ഹണി ബീ. ഓക്കെ, ശരിക്കും വെരി ഗുഡ് ആദിദേവ്. അതാണ് ഹണി ബീ. നമ്മുടെ ചെയറിന് പിന്നാലെ ഇരിക്കില്ലേ? അതിലെന്താ നമ്മൾ പറയാ? അപ്പൊ ഹണി ബീ പറന്നിട്ട് പറന്നിട്ട് എവിടെ പോയിരിക്കും? ഫ്ലവേഴ്സിന്റെ മുകളിൽ പോയിരിക്കും. ആൻഡ് ഫ്ലവേഴ്സിന്റെ മുകളിൽ എന്ത് ചെയ്യും? അവരിങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ട് വെക്കും? അത് കൂടില്. കൂടില്. ആൻഡ് ആ കൂടിന്റെ അടുത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ദേഷ്യം വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വന്നിട്ട് കുത്തിക്കഴിഞ്ഞാൽ എന്റെ വേദനയ്ക്കും. ഇവിടെയൊക്കെ അതിന് സ്വെല്ലിംഗ് ആവും ആൻഡ് വേദനയ്ക്കും, റൈറ്റ്? അപ്പൊ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ നമുക്കത് ശ്രദ്ധിക്കണം. ദാറ്റ് നമ്മള് തേനീച്ചാന്റെ അടുത്ത് കൂടിന്റെ അടുത്ത് പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വന്ന് കുത്തും നമ്മളെ. മനസ്സിലായോ? അപ്പൊ ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? വാട്ട് ഈസ് ഹണി? ഹണിയെ മലയാളത്തിൽ എന്താ പറയാ? തേന്. അതിനെ ഹിന്ദിയിൽ ഷഹദ് എന്ന് പറയും. ഹണി ഈസ് മെയ്ഡ് ബൈ a bee called as honey bee. And honey bee, what it does, it gets the nectar from the flowers. Flower പൂക്കളിന്ന് ആ ജ്യൂസുകൾ നെക്ടർ എടുത്ത ശേഷം അതിനെ കൊണ്ട് അതിന്റെ കൂട്ടിൽ കൊണ്ട് ഇടും. ആ കൂട്ടിലാണ് നമ്മൾ ഹണി ഉണ്ടാക്കുക, റൈറ്റ്? നൗ ഈ ഹണി അവിടുന്ന് ആൾക്കാർ എന്ത് ചെയ്യും? മുഖത്തൊക്കെ കവർ ചെയ്തിട്ട് കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട്
എന്തിനാ ഗ്ലൗസ് ഇടുന്നത്? അല്ലെങ്കിൽ ഹണിബിയിൽ കൈ വെച്ചാൽ എന്ത് ചെയ്യും? ഹണിബി കയ്യില് കുത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് മുഖമൊക്കെ കവർ ചെയ്ത് നമ്മുടെ ഭാഗം ഒന്നും കാണിക്കണ്ടേ. അല്ലെങ്കിൽ എന്നാന്ന് ശ്രേയ കൈക്ക് കഴിക്കുന്നത് കുത്തുന്നത്. അപ്പൊ കൈ ഫുള്ളായി കവർ പണിയിട്ട് അവരെന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ നിന്ന് ഹണി എടുക്കും. ഹണി എടുത്തിട്ട് ഹണിയെ ക്യൂർ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഹണിയെ ഈ ബോട്ടിലിടും. ഈ ബോട്ടിലുള്ള ഹണി, it is very useful because this is basically obtained from the nature. പൂക്കളെന്നല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഭയങ്കര യൂസസ് ഉണ്ട്. ആദ്യത്തെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് an antibiotic. ആന്റിബയോട്ടിക് ആയിട്ട് നമ്മൾ ഡോക്ടേഴ്സ് മരുന്നൊക്കെ തരില്ലേ, അതിനെ മാറി ഇത് നമുക്ക് മരുന്നായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എത്ര കുട്ടികൾക്ക് കൊല വരാറുണ്ട്? ആദ്യം കൊല വരാറുണ്ടോ? കൊലയ്ക്കോ? അപ്പൊ കൊലയ്ക്കുമ്പോൾ മെഡിസിൻ ഒക്കെ എടുക്കില്ലേ? ആ മെഡിസിന് പകരം ഇതും നമുക്ക് കഴിക്കാം. അപ്പൊ കൊല വന്നു കഴിഞ്ഞാൽ കൊല ഉണ്ടാവും ചിലർക്ക്. അപ്പൊ എന്താ കഴിക്കേണ്ടത്? തേൻ. മനസ്സിലായില്ലേ? അതേമാതിരി തേനില് നിറച്ച് ഗ്ലൂക്കോസ് ഉണ്ട്. വെരി ഗുഡ്. മരുന്നിന്റെ കൂടെ ശ്രേയ വാട്ട് ഈസ് ഷീ ടെല്ലിംഗ് ഈസ് മരുന്നിന്റെ കൂടെ തേൻ കലച്ച് കുടിക്കും. റൈറ്റ്? അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ ഗ്ലൂക്കോസ്, കുറെ ഡാൻസ് ചെയ്തു, കുറെ കളിച്ചു, നമ്മൾ ക്ഷീണിക്കില്ലേ? വെള്ളം കുടിക്കാനൊക്കെ തോന്നില്ലേ? ജർണി. അപ്പോ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി നമുക്ക് എന്താ കഴിക്കേണ്ടത്? തേൻ. റൈറ്റ്? സോ ഇതിന് കുറെ മെഡിക്കൽ വാല്യൂസ് ഉണ്ട്. അപ്പോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, മുത്തശ്ശന്റെ അടുത്ത്, മുത്തശ്ശിയുടെ അടുത്ത് എന്താ പറയേണ്ടത്? മുത്തശ്ശ, മുത്തശ്ശി, അച്ഛ, അമ്മ, ഒരു തേൻ കുപ്പി വാങ്ങിക്കണം. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് തേൻ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പറയൂ.